നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രമേൽ നല്ല പാഠങ്ങൾ നൽകുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് അവർ, അല്ലെ? പ്രവാസികൾ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഹൈ പൊട്ടൻഷ്യൽ പ്രവാസികളെ കുറിച്ചിട്ടല്ല. 900-നും 1000-നും 1500-നൊക്കെ സാധാരണക്കാരായിട്ടുള്ള വക്കാലയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്ന, അറബി വീടുകളിൽ ജോലി ചെയ്യുന്ന സാധാരണ പ്രവാസികളെ കുറിച്ചിട്ടാണ്. 2 വർഷം കൂടുമ്പോൾ 2 മാസത്തെ വീട്ടിലേക്ക് വരുന്ന ഒരു കൂട്ടം പ്രവാസികളെ കുറിച്ചിട്ട്, അല്ലേ? അവരാണ് സത്യത്തിൽ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നവര് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഗൾഫിലേക്ക് പോകുമ്പോൾ അതിൽ പല ആളുകളും അവർ കരയാറില്ല. കാരണം എന്താണ്? ആ കരച്ചിലിനേക്കാൾ അവർക്ക് പ്രാമുഖ്യം നൽകുന്നത് അവരുടെ ഉത്തരവാദിത്തത്തിനാണ്, അല്ലേ? അന്യനാട്ടിലെ വെളിച്ചത്തിന്റെ കീഴിൽ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? അവരുടെ അച്ഛൻ, അവരുടെ അമ്മ, അവരുടെ കുടുംബം, അവരുടെ ചെറിയ മക്കൾ, എന്തിന് അവരുടെ യൗവനം പോലും അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്, അല്ലേ? ഇനിയോ അവര് മാസാമാസം അയക്കുന്ന സാലറി, അവരുടെ ശമ്പളം, അവർ ശമ്പളം മാത്രമാണോ നാട്ടിലേക്ക് അയക്കുന്നത്? അല്ല, അവരുടെ സുഖവും അവരുടെ ദുഃഖവും അവരുടെ യൗവനവും എല്ലാമാണ് ആ സാലറിയിലൂടെ ഓരോ കുടുംബവും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജോലിയേറ്റോ പോയി അവർ തിരിച്ചു വരികയാണ് എന്ന് പറയുകയാണെങ്കിലോ ഏറ്റവും ആദ്യം കരയുന്നത് ഈ കുടുംബമായിരിക്കും. എന്തിന്റെ പേരിലാണെന്നറിയോ? ഇനി ഞങ്ങൾ എങ്ങനെ എന്നുള്ളതിനെ ആലോചിച്ചിട്ട് മാത്രമാണ്, അതല്ലാതെ ആ പാവങ്ങളെ വിചാരിച്ചിട്ടല്ല.